ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേഗസ് നെർവ്സ് പ്രോബ്ലംസ്, വെരിക്കോസ് അല്ല, വേഗസ് നെർവ്സിൻ്റെ പ്രോബ്ലംസിലുള്ളത്. അതുപോലെ ഫിയർ ഒന്നും ഉണ്ടാവില്ല, കാര്യം എന്തും ഉണ്ടാവില്ല, പക്ഷെ വെറുതെ ഒരു ഭയം പോലെ ഉണ്ടാവും എല്ലാത്തിനും. അതേപോലെ പാൽപിറ്റേഷൻ പറയുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, പക്ഷെ അസുഖം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് പറ്റിയത്. അതേപോലെ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ മെഡിസിൻ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അത് ഡെഫിഷ്യൻസി മാറ്റാനുള്ള ഒരു ലേഹ്യത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചിലർക്ക് ഞാൻ മരിക്കോ എന്നുള്ള വെറുതെ ഒരു തോന്നൽ വരും. വേറെ കാരണങ്ങൾ, അസുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിന്ന് ഞാൻ മരിക്കോ എന്നുള്ള വിചാരം വരുന്നതിന്. അതേപോലെ ടിനിറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ ചെറിയൊരു മൂളക്കം പോലെ ഉണ്ടാവും, അതാണ് ടിനിറ്റസ്, അതിന് പറ്റിയത്. അതേപോലെ തലചുറ്റൽ, അതായത് HB എല്ലാം നോർമലായിരിക്കും, ഇയർ ബാലൻസ് എല്ലാം നോർമലായിരിക്കും, എന്നാലും നമ്മൾ അങ്ങോട്ടോ തിരിഞ്ഞാലുള്ള ഒരു തലചുറ്റൽ. ഈ പറയുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ ലേഹ്യം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളിലാണ്. ജീരകം, ചെറിയ ജീരകം 200 ഗ്രാം. അതുപോലെ പനം കൽക്കണ്ടല്ല, പനം ശർക്കര 250 ഗ്രാം. ശുദ്ധമായ തേന് 200 ഗ്രാം. അതേപോലെ തിപ്പലി പറയുമ്പോൾ കുരുമുളക് പോലെ ഉണ്ടാവും, ആ തിപ്പലി 2.5 ഗ്രാം. ഈ തിപ്പലിയും ജീരകവും ഒന്ന് ചെറുതായി കരിയാതെ ഒന്ന് വറുത്ത് പൗഡറാക്കിയ ശേഷം നമ്മൾ ഈ പനം ശർക്കര ഒന്ന് പാവ് കാച്ചി അരിച്ചെടുത്ത ശേഷം ആ കല്ലും മണ്ണൊക്കെ നീക്കിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം ഒന്ന് ചൂടാകുമ്പോൾ ഈ തിപ്പലിയും ജീരകവും പൗഡറാക്കിയത് അതിലിട്ടിട്ട് ചെറുതായിട്ട് കുറുക്കുക. നന്നായിട്ട് സിമ്മിൽ വെച്ച് കുറുക്കുമ്പോൾ ശരിക്കും ലേഹ്യം പാകത്തിൽ വരും. ആ ലേഹ്യം പാകത്തിൽ വരുമ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം തേന് മിക്സ് ചെയ്ത് വെക്കുക. നല്ല തിക്കായിട്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ തേന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ തേൻ ഒരിക്കലും ചൂടോടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ചൂടോടെ നമ്മൾ തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷമായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല തിക്കായി കുറുക്കി ലേഹ്യത്തിനേക്കാളും കുറച്ച് തിക്കായിട്ട് കുറുക്കിയതിന് ശേഷം ചൂടാറിയിട്ട് തേനും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണശേഷം, വലിയവരാണെച്ചാൽ 10 ഗ്രാം, ചെറിയ കുട്ടികളാണെങ്കിൽ 10 വയസ്സിന് മുകളിലാണെങ്കിൽ 5 ഗ്രാം ഉപയോഗിക്കാം. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിച്ച ശേഷം ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അസുഖത്തിനും നല്ല റിസൾട്ട് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.